ഗൈസ്, ഈ വെക്കേഷൻ നമുക്ക് അങ്ങ് പൊളിക്കണം. നമുക്ക് വയനാട് പോകാം. അവിടെ നമുക്ക് പുഴയിലൊക്കെ കളിക്കാലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? വയനാടോ? അവിടെ നല്ല ഫുഡ് കിട്ടുവോ? ആ ഉണ്ണിയപ്പവും മുളക് ചമ്മന്തിയും കിട്ടുമെങ്കിൽ ഞാൻ വരാം. എടി ഐശു, അത്രയും ദൂരെ വണ്ടിയിൽ ഇരിക്കാൻ എനിക്ക് വയ്യ. എന്റെ നടു ഓടിയും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? നിനക്ക് എപ്പോഴും മടിയാണല്ലോ ഇസാന. നീ ഈ ബെഡിൽ നിന്ന് എഴുന്നേക്കില്ലേ? നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടേ? ഫോട്ടോസ് എടുക്കാൻ ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ. പിന്നെ എന്തിനാ പുറത്തു പോയി കഴിയുന്നത്? എനിക്ക് ഫോട്ടോയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ആ ശരി, എന്നാൽ നമുക്ക് അടുത്തുള്ള പാർക്കിലെങ്കിലും പോകാം. എല്ലാവരും റെഡി ആയിക്കേ പെട്ടെന്ന്. നോക്ക്, നിന്റെ ട്രിക്കും പ്ലാനും ഒക്കെ മഴ കൊണ്ടുപോയി. സമാധാനായി. ഇനി നമുക്ക് പുതപ്പിനുള്ളിൽ ഇരുന്ന് സിനിമ കാണാം. ഇതായിരുന്നു നിന്റെ പ്ലാന് അല്ലടി മടിച്ചി? മഴയ്ക്ക് ചൂട് ചായയും പരിപ്പും വടയും ഉണ്ടെങ്കിൽ സീന് മാറും. ആരെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാവോ? ഈ മഴ പെയ്യാൻ കണ്ടൊരു സമയം എല്ലാം പോയി. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഐഷു? പുറത്തു പോകാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ ഇൻഡോർ ഡ്രിങ്കിങ് നടത്താം. അടുക്കളയിൽ നിന്ന് ഈ റൂം വരെ ഒന്ന് ഓടിയാലോ? ഓട്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. ബിരിയാണി വരെ ലേറ്റ് ആവുമെന്ന് മെസ്സേജ് വന്നു. മഴ ആയത് കൊണ്ട് ഡെലിവറി സ്ലോ ആണെന്ന്. അയ്യോ, കറണ്ട് പോയല്ലോ. എന്റെ ഫോൺ ചാർജ് തീരാറായല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ സന്തോഷമായല്ലോ. ഇനി നിനക്ക് കിടന്നുറങ്ങാൻ പോലും വെളിച്ചമില്ല. വെളിച്ചമില്ലെങ്കിലും കുഴപ്പമില്ല. ആ ബിരിയാണി പാത്രം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ എനിക്കറിയാം. പക്ഷേ അത് എപ്പോ വരുമെന്ന ചോദ്യം. എടി, പണ്ട് ഈ വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മഴയുള്ള രാത്രിയിൽ അവർ വരുമ്പോലും. ഐഷു, വെറുതെ തമാശ പറയല്ലേ, എനിക്ക് പേടിയാവുന്നു. അയ്യോ, മുത്തശ്ശി പ്രേതം വന്നേ. ഹാളിലെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടടി. നിന്റെ അമ്മ പോയി നോക്കുന്നുണ്ട്. ചേച്ചി, മഴയായത് കൊണ്ട് കുറച്ച് വൈകി. അത് കുഴപ്പമില്ല. മുത്തശ്ശിയല്ല വന്നത്, എന്റെ ബിരിയാണി മുത്തശ്ശനാ വന്നത്. മാർക്കാ